ഷോജു അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കവിടെ, എന്നിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. എന്താണ് കാര്യങ്ങള് ശരിയായ? ഇന്നെന്താണ്? എന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? കേക്ക് മുറിക്കണം. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കേക്ക് മുറിക്കണം. അതെ. സ്കൂളിലോ? സ്കൂളില് അന്ന് പെൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാ ക്ലാസ്സിക്കാണ് കൊണ്ടുപോയത്. എന്നാ വരുമ്പോഴേക്ക് അവിടെ ഉണ്ട്. അപ്പോളേ ഇപ്പൊ അമ്മൂമ്മയുടെ അവിടെ പോയിട്ട് വരുന്നു. ഒരു 5:30 അല്ല 5 മണിക്ക്. ഇത് ഈ ഡ്രസ് അമ്മൂമ്മ എടുത്ത ഡ്രസ്സാണോ? അമ്മ ഇതാരുടെ ഡ്രസ് എടുത്തത്? അമ്മ. അമ്മയാണോ? ആരെടുത്ത? നീ എടുത്തതാ? ഇത് പുതിയ ഡ്രസ്സാണ്. നന്നായിട്ട് നമ്മുടെ കുറച്ചും കൂടി ഇറങ്ങി നിൽക്കാം, നല്ല കാണുള്ളൂ. പുതിയ പാന്റ് ആണത്. എന്തത് ഇങ്ങനത്തെ പാന്റ്? എവിടെ ലെങ്ത് കട്ട് ചെയ്യണം. ആദ്യം എന്താ പറയാത്തത്? ഞാൻ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടാവില്ലേ? ലെങ്ത് കട്ട് ചെയ്യാം. കേക്ക് മേടിച്ചാ അവിടെ അതൊക്കെ അവിടെ വയ്ക്കണ്ടേ? മുറിക്കുന്നില്ലേ? സമയം ഒരുപാടായില്ലേ? അപ്പോഴേ മുറിക്കുന്നു വിചാരിച്ചല്ലേ? ഒരാൾക്ക് മയക്കുണ്ട്, പക്ഷെ വലിയ സൗണ്ട് കേൾക്കില്ല. വെറുതെ മയക്ക് കൊടുത്തിട്ട് മയക്കും കുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ ഷോജു കറക്റ്റാക്കി നീ വെച്ചു കൊടുക്കുന്ന ഇതാ വരുന്നു. എനിക്ക് ഇവിടെ കുറച്ച് തിരക്കാണ്. കുഞ്ഞുവിന്റെ അംഗൻവാടി ഷോജു, കുഞ്ഞുവിന്റെ അംഗൻവാടി ഓണസദ്യ കഴിഞ്ഞ് കുഞ്ഞിന് ഉറക്കം വന്നോ? ഇന്ന് ഉറങ്ങിയിട്ടില്ലല്ലോ. ഫോട്ടോയില് വരുമ്പോ പകുതി ഉറങ്ങിയതാണ്. ഉറക്കം അങ്ങോട്ട് കിടക്കുന്നത് അപ്പോഴേക്കല്ല നിങ്ങൾ എത്തിയത്. അമ്മ മമ്മിനെ വിളിക്ക്. ഇന്നൊരു സാധനം കിട്ടി. നീ ഷോജുവിനും മമ്മിക്കൊക്കെ മമ്മിനെ വിളിക്കമ്മ. ഇവിടെ ഒരു സെറ്റപ്പ് ആക്കട്ടെ. മമ്മിനെ വിളിക്കാൻ പോവാണോ? ഞാൻ പോയി വിളിച്ചിട്ട് കുഞ്ഞു പോയിക്കോ. ഷോജു പോയി വിളിച്ചിട്ട് വന്നാ തുറക്കണ്ട കേട്ടോ. ഇല്ല ഷോജു പോയി വിളിച്ചു. ഇന്നേ എക്സ്ക്യൂസ് മീ വെരി മച്ച്. പോയത് ഇതായിട്ട് കൊടുക്കേ. ഒരു മിനിറ്റ് കഴിഞ്ഞ് അടിച്ചെടുക്കും. മമ്മിന്റെ അടുത്ത് പറയാം. മമ്മിന്റെ അടുത്ത് പറ. മമ്മി വെക്കും. അതെടുത്ത് വെച്ചോളെ. കുഞ്ഞോടെ ഷോജു അതന്നെ കുഞ്ഞാണ് റെഡി ആക്കണത്. ഒരു മിനിറ്റ്. അതെന്താണ്? അത് മുട്ടായി. അത് മമ്മിന്റെ കമ്പനിക്കാർക്കുള്ളതാണ്. എന്താണ് സംഭവം? മുട്ടായി. മുട്ടായി കമ്പനിക്കാർക്ക് സ്പെഷ്യൽ മുട്ടായാ? നമ്മൾക്ക് 2 മുട്ടായി. മുറിച്ചോ? കുഞ്ഞു മുറിക്കും. കുഞ്ഞു ആരുടെയാണ് ബർത്ത്ഡേ? കുഞ്ഞും ഷോജുവും. ഇനി ഒരു പീസ് എടുത്തിട്ട് കുഞ്ഞു ചേട്ടന് കൊടുക്കടാ. ഷോജു ഇടയ്ക്ക് കൊടുക്ക. കുഞ്ഞു ഷോജു ഇത്തിരി കൊടുക്ക. നേരെ കൊടുക്ക. ശരി. എനിക്ക് മമ്മി തരാം. മമ്മി തരേ. നിക്കട്ടെ, ഒരു മിനിറ്റ്. ഷോജുന് കൊടുക്കട്ടെ. ചെറി വേണ. പപ്പയ്ക്ക് കൊടുക്കാനാണ്.
ആണോ ചെറിയ കുഞ്ഞോട് അച്ചാച്ചന് കൊടുക്ക്. കൊടുത്തു. കുഞ്ഞുന് മമ്മീന്റെ ഡ്രസ്സാണ് ഇട്ടത്. ഇഷ്ടമായ കുഞ്ഞുനല്ല ഷോജുന്. കുഞ്ഞുനല്ല ഷോജുവിനാണ് മമ്മിന്റെ ഡ്രസ്സ്. കുഞ്ഞുന് നാളെ ഇത്. നീ എടുത്തില്ലേ? ആ ഞാൻ എടുത്തു അവിടെ അത് ഓണത്തിനിടാം. ഓണത്തിന്. ഇത് ഓണത്തിനിടും. വേറെ ഡ്രസ് ഓണത്തിനിടാം. ഇത് ഓണത്തിനിടും. 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഓണത്തിനിടാ. 3 എണ്ണം ഉണ്ട് ഷോജുന്. കുഞ്ഞുന് എടുത്തില്ലേ? കുഞ്ഞുന് കേട്ടോ പൂക്കള മത്സരത്തിന് ഇനി ഓണത്തിന് അല്ലേ? എന്റെ ഡ്രസ് എപ്പോഴായിരുന്നു? ഇതാണ് മമ്മീന്റെ ഡ്രസ്സാണത്. അതല്ലേ പറഞ്ഞു പപ്പ. ഷർട്ട് മമ്മിന്റെ അല്ല, ഷർട്ട് നേരത്തെ എടുത്തത്. ഷർട്ട് ഇനി പുതിയ ഷർട്ട് ഉണ്ട്, നല്ല ഷർട്ട്. പിന്നെ പാന്റാ പാന്റ് ഇപ്പൊ എടുത്തത്. ഇതിന്റെ ഷർട്ട് നല്ല ഷർട്ട്. കുഞ്ഞു കേക്ക് മുറിച്ചാ? ഇതെടുത്തതിൽ വെച്ചിട്ട് മമ്മിക്ക് അച്ചാച്ചന് കൊടുക്കും. 8 ആയിട്ടില്ലല്ലോ, 8 മണി. 8 മണിയായി. ഇനി എപ്പോഴാ ഉണ്ടാക്കുന്നത്? ഒരു പീസ് കൊടുക്കണം. മുറിച്ചു കൊടുക്ക്. ഞാൻ പറഞ്ഞു അപ്പഴേ വന്നപ്പോ, രാവിലെ തരാന്ന് ഞാൻ പറഞ്ഞു അപ്പഴേ വന്നപ്പോ. എനിക്കിതും കൊണ്ട് അങ്ങോട്ട് പോകണ്ട. പായസം വെച്ചിട്ടില്ല, അംഗൻവാടിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് നന്നായിട്ടാ തിന്നട്ടേ. പായസം വെച്ചതല്ല, പപ്പയ്ക്കും പപ്പയ്ക്കും ഷോജുവിനും വേണ്ടി ടീച്ചർ തന്നതാണ്. കുറച്ച് ഒത്തിരി അംഗൻവാടി ടീച്ചർ. ആ അതാ അച്ചാച്ചന് എടുത്ത് കൊടുക്കും, മമ്മിക്കും കഴിച്ചിട്ട് ബാക്കി എടുത്ത് വെക്കും. നാളെ ചാച്ചനും രാഗിയും അക്കുനും കുക്കുനും ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. അതിലത്തെ ബാക്കി വേറെ കേക്ക് ഇല്ലാന്ന്. ഇതൊക്കെ മതി, ഇതൊക്കെ മതി. ഇതാണ് ഫോറസ്റ്റ്. ഇയാള് ഇങ്ങനത്തെ വേണ്ട, സാധാ കേക്ക് മതി എന്ന് പറഞ്ഞ സമയം. പക്ഷെ ഇതേ ഉള്ളു അവിടെ, അവിടെ ഇതേ ഉണ്ടാവുള്ളൂ. പപ്പയ്ക്കൊരു പീസ് കൊടുക്ക. നീ എടുത്ത് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചോ. നാളെ രാഗിയിൽ വരില്ലേ ചാച്ചനും കുക്കുവര്. പായസം എനിക്ക് ഓണസദ്യക്ക് കിട്ടിയത് ഗോതമ്പ് പായസമാ? ഗോതമ്പ് പായസം. ഇത് അല്ല, ഗോതമ്പ് പായസമാണ് ചോദിച്ചത്. എവിടുന്ന്? ഇന്ന് ഷോത്തിന്റെ സ്കൂളിൽ ഓണസദ്യ ആണല്ലോ. ആ യെസ് യെസ്, ഓണസദ്യ ആയിരുന്നു. ഗോതമ്പ് പായസം ആയിരുന്നു അവിടെ ചോദിച്ചത്. ഇതേ കളറാ പറഞ്ഞ ഗോതമ്പായിരിക്കില്ല, ചിലപ്പോ ചെറുപയർ പരിപ്പായിരിക്കും. ഗോതമ്പാണ്. ഇത് ഗോതമ്പല്ലേ? ഇത് ടീച്ചർ വെച്ചാണ്. ഇതിപ്പോ ഇത് അംഗനവാടി ടീച്ചർ കുഞ്ഞുവിന് നിറയെ ഉണ്ടായിരുന്നു ബാലൻസ്. ഞങ്ങളുടെ നിറയെ ഉണ്ടായിരുന്നു ടീച്ചർ. സ്കൂളിലോ കേറ്ററിംഗ് അല്ലേ? ഞാൻ ചായ കുടിച്ചിട്ടില്ല, അതാ കാപ്പി വെച്ചിട്ട്. അത് ബ്രൂ കോഫി ഞാൻ 5 മണിക്ക് വെച്ചതാണ്. ഞാൻ കുടിച്ചിട്ടില്ല. നീനുവിന്റെ ശല്യം കാരണമാണ് പെട്ടെന്ന് 5 മണിക്ക്. നീനു വിളിച്ചിട്ട് വാ വാ പറയാന്ന്. അല്ല ഇവർക്കറിയില്ല നീ വരാന്ന്. നീനു എന്റെ ചെറിയ മകള്. അവൾ വിളിച്ചോണ്ടിരിക്കുന്നു. ഷോജിന് ക്ലാസ് കഴിഞ്ഞ് 4 മണിയായി കഴിഞ്ഞില്ലേ? 3 മണിക്ക് പോവാന്നാണ് നീനുവിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഷോജു എത്തുമ്പോ 3 മണിക്ക് പോവാന്ന് പറഞ്ഞ അവര് 3 മണിയാകുമ്പോ വിളിച്ചോണ്ടേയിരിക്കും. മമ്മിക്കൊരു ഗ്ലാസ് അച്ഛനൊരു ഗ്ലാസ് കൊണ്ട് കൊടുക്കും, ഞാൻ കൊടുക്കാം. മാറി അച്ചാച്ചൻ ഇവിടെ ഒന്ന് ടി വി ഇട്ടിരുന്നു. പായസം അംഗൻവാടിന്ന് ഷോജുന് തന്നാണ്. നീ വന്നില്ലല്ലോ. ഞാന് കറി വെച്ച് കൊണ്ടുപോയില്ലേ, അത് പാത്രത്തിൽ ഒഴിച്ചിട്ട് വന്നു. അല്ലല്ല, ഗോതമ്പ് ഗോതമ്പ്. കേക്ക് താഴത്തെ ഷോജു, ആ കേക്ക് എടുത്ത് കളയി, താഴെ കളയി.
ടീച്ചർ വെച്ചിട്ട് നന്നായി. ടീച്ചർ വെക്കുക പറഞ്ഞാൽ മറ്റുള്ളവര് വെച്ചിട്ട് കാര്യമില്ലല്ലോ. വീട്ടിൽ അത് പറഞ്ഞ മുസ്ലിംസ് പായസം വെക്കാൻ അറിയില്ലല്ലോ. അപ്പൊ അവർക്ക് ഇത് ഏൽപ്പിച്ചപ്പോ അവര് സാധനം വാങ്ങി തന്നു. അപ്പൊ ടീച്ചർ വെച്ചു. ഞാൻ മസാലക്കറി കൊണ്ടുപോയില്ലേ, അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അല്ലല്ല മസാലക്കറി കൊണ്ടുപോയി. ഇവിടെ അല്ലല്ല ഇവിടെ മസാലക്കറി കൊണ്ടുപോയി ശരി. അതിലെന്തോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. അല്ലല്ല അതെന്താ ഉണ്ട്. അല്ലല്ല അതിലൊരു കുഴപ്പമുണ്ട്. പക്ഷെ അല്ല അത് ഒരു അല്ല മസാലയുടെ അല്ല. ഇന്ന് ഉച്ചയ്ക്ക് സദ്യ കഴിക്കുമ്പോ ടീച്ചറും ഞങ്ങൾ അവസാനം വായിച്ചു. അപ്പൊ സുമേഹാട്ട് ഫോൺ ചെയ്തിട്ട് എന്നെ വരെ മുട്ട വറക്കണമെന്ന്. അപ്പൊ ടീച്ചർ പറയണേ അപ്പൊ ടീച്ചർ വേണ്ടത് ഓ ടീച്ചർ കേട്ടു. ഞാൻ പറഞ്ഞു ടീച്ചർ ചേച്ചിയും പറഞ്ഞു അതിനെ നന്നായിട്ടുണ്ട് കറി പറഞ്ഞു. അല്ലല്ല അതെന്താ രസം വെച്ചു. എന്റെ അടുത്ത് രസം വെക്കാൻ പറഞ്ഞു അവിടെ പോയി. അല്ല രസം വെക്കും ശരി. രസം ശരി. അല്ല ഈ മസാലയില് എന്തോ ഒരു അല്ല തേങ്ങ ചിക്കടിച്ച പോലെ അങ്ങനെ എന്തോ ഒരു ഫാൾട്ട് ഇല്ല. ഇല്ല അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ട് ബാക്കി മുഴുവൻ അവര് കൊണ്ടുപോയി. നിയാസിന്റെ അമ്മ ആൾക്കാരല്ലേ അവർക്ക്. അല്ല അത് മുസ്ലിം ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോ അറിയില്ല. ടീച്ചറും പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്, ഉച്ചേച്ചി പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു സുമേഹായിട്ട് മാത്രം എനിക്ക് കംപ്ലൈന്റ് ആണ് ടീച്ചറെ പറഞ്ഞു. അതെന്താ പറയാ നമ്മളൊപ്പം കഴിച്ചു അവരെല്ലാവരും പറഞ്ഞത്. അതല്ല നമ്മളൊപ്പം കഴിച്ചിട്ട് അറിയാലോ നല്ല നന്നായി വെച്ച് എന്നെ ഇപ്പൊ വിളിച്ചില്ല സുമേഹായിട്ട് മുട്ട വറക്കണം കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞേ. അപ്പൊ ടീച്ചർ പറഞ്ഞു നീ ക്ഷമിക്കുക, അത് അവൻ നിന്നെ വെറുതെ ഇളക്കാൻ പറ്റും. അല്ലല്ല ഞാൻ ശരിയായിട്ട് പറഞ്ഞു. കാരണം നമ്മൾ നേരത്തെ ഇങ്ങനെ കഴിച്ചിട്ട് രസം വെക്കാൻ അറിയാതെയേ എന്നെ ഉച്ചേച്ചിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ പാറയിൽ പോയി രസം വെക്കാൻ. അല്ല അംഗനവാടിയിലല്ല ഇപ്പൊ ചെയ്തത്. അംഗൻവാടിയിലെ ടീച്ചർ ഗോതമ്പ് പായസം വെച്ചു, സേമിയ പായസം വെച്ചു, സാമ്പാർ നന്നായിട്ടുണ്ടല്ലോ. ഞാൻ കഴിച്ചില്ല. പായസം നിറയെ ബാക്കി ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തോളൂ പാത്രത്തിൽ. അതിന് പെണ്ണുങ്ങൾ അവര് മുസ്ലിംസുകാരെ നിറയെ കൊണ്ടുപോയി. ഞാൻ എടുത്ത് വേണ്ട പറഞ്ഞു. അല്ല മുസ്ലിംസുകാർക്ക് വരുമ്പോ പായസം ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോ അവർക്ക് അറിയില്ല രസം വെക്കാനും അറിയില്ല. രസം വെക്കാനല്ല പിന്നെ അവര് ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വെക്കുക. അപ്പൊ ആദ്യമൊക്കെ ഒരു പണിയുണ്ട്. പോയി സ്റ്റേഷനോട് പോയി രസം വെച്ചിട്ട് വാ പറഞ്ഞു. പോയി വെച്ചപ്പോ സകല ആൾക്കാര് രസമാണ്. രസം ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ. മസാല കറിയാണ് ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടു. അപ്പൊ ഓണത്തിന് അപ്പൊ ഒരു കാര്യം ചെയ്യാ. നിന്റെ രസം അല്ലല്ല ഷോജു ഓണത്തിന് അമ്മന്റെ രസം ഇവിടെ വെച്ച് നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. പിന്നെ സാമ്പാർ വെക്കണ്ട് അവര് ആര് സാമ്പാറും രസവും എല്ലാം വെക്കണം. ഉത്രാടത്തിനെല്ലാം സദ്യ. ഉത്രാടത്തിന് എന്തായാലും ചാച്ചനും അവരൊക്കെ വരുമല്ലോ. രാഖി ഒക്കെ വരുമല്ലോ. പിന്നെ നിങ്ങൾക്ക് പണിയില്ലാത്തിരിക്കും. അമ്മയ്ക്ക് 1500 രൂപ ബോണസ് കിട്ടിയെന്ന്. 1500? പിന്നെ പണിയില്ലാത്ത സ്റ്റാഫിന് കൊടുക്കും. അല്ല അപ്പൊ നിങ്ങൾ കമ്പനി ഒഴിവാക്കി വിട്ടും ബോണസ് കൊടുക്കാം. പിന്നെ അത് മുസ്ലിംസുകാരല്ലേ അവര്. അല്ല ഇവിടെ കമ്പനി പോകുമ്പോഴൊക്കെ അവർക്ക് ബോണസ് ഇല്ല ഉണ്ടായിരുന്ന വർഷങ്ങളായി. അല്ലല്ല 1500 കിട്ടിയത് എന്താണ് ഒരേ തീ കത്തി നോക്കുമ്പോ ഒരാൾക്ക് ബോൺസ് എടുത്തിട്ടില്ല. ആ കമ്പനിക്കാർക്ക് കിട്ടിയില്ലെങ്കിലും നീ അല്ലല്ല സമയമായിക്കൊണ്ടിരിക്കുന്ന കഴിക്കാനുണ്ടാക്കാൻ പറ ആദ്യം. അല്ലെങ്കിൽ വൈകുന്നേരം പട്ടിണിയാവും. പട്ടിണി എടുക്കുമ്പോൾ ഓണസദ്യക്ക് ഞാനെല്ലാം ഉണ്ടാക്കണേ. അല്ലല്ല അല്ല അപ്പൊ പിന്നെ വെച്ചാൽ പിന്നെ എങ്ങനെയായാലും മത്സരിക്കണം. രാഗി മസാല വെക്കുന്ന നന്നായി വെക്കുമല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ആയിട്ടില്ല. ഓരോരോ സെക്ഷൻ ഓരോരാൾക്ക്. മമ്മിക്ക് ചോറും പായസവും, രാഗിക്ക് മസാല കറിയും. രാഗി ആ ദന്തോ കേക്കിനെ പിടിച്ച് വലിച്ചെടുത്ത അവിയല്, പയറുപ്പേരി, കുഞ്ഞു പപ്പയ്ക്ക് വരി, കേക്ക് പപ്പയ്ക്ക് വരി. എടുത്തു വെച്ചാ
പയറുപ്പേര് വെക്കണം, ക്യാരറ്റ് ഉപ്പേര് അല്ല വെക്കണം. അത് ആരെങ്കിലും കുറച്ച് മാറ്റി മാറ്റി വെച്ചാൽ തിരുവോണ ദിവസം അങ്ങോട്ട് പോകണം. എവിടേക്ക് വീണ്ടും മേമന്റെ അവിടെ വിളിച്ചിട്ടുണ്ട്. ആരും എന്ത് ക്ഷണിച്ചതിന് എന്ത് സംഭവം വെറുതെ തിരുവോണത്തിന് തിരുവോണത്തിന് 3 ഓണത്തിന് അല്ല തിരുവോണത്തിന് ഇവിടെ ഇവിടെ വെക്കണ്ട. പായസം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. കൈ കൈ കൊടുക്കാളും ഉത്തരാടത്തിന് നമുക്കുള്ള പായസം വെക്കാം. തിരുവോണത്തിന് അല്ലല്ല. അവർക്ക് കൊടുത്തേക്കണം. ഒരുമിച്ച് വെച്ചാൽ മതി, അതൊക്കെ ഒരുമിച്ച് വെച്ചാൽ മതി. ഉണ്ണിയേട്ടനും കൊടുക്കണം, ബഷീറിനും കൊടുക്കണം, ആ അവർക്ക് അയാൾക്കും കൊടുക്കണം. കോഴിക്കടക്കാരന് കൊടുക്കണം. അതെ. അന്ന് നമ്മൾ കൊടുക്കണം അവർക്കൊക്കെ. എന്തായാലും ഉത്തരാടത്തിന് അവര് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തിരുവോണം അവിടെയാണ്. നമുക്ക് തിരുവോണത്തിന് വെക്കാം, നമുക്ക് റിസ്ക് ഇല്ല, കറികളൊന്നും വെക്കില്ല. അതാണ്. എന്നിട്ട് തിരുവോണ ദിവസം ഒന്നായി വെച്ചിട്ട് അത് പിന്നെ വെച്ചാൽ നല്ലത്. അന്നേക്ക് ഉത്തരാടത്തിന് 2 വയസ്സ് വെക്കണം. ഉത്തരാടത്തിന് 2 പായസം വെച്ചാ മറ്റേ അത് നമുക്ക് കുഞ്ഞോ പിന്നെ ഞാന് തിരുവോണത്തിന് ഞാൻ അവളുടെ മോൻ കൈ കൊടുക്കും, മോൻ കൈ കൊടുക്കും, കുഴപ്പമില്ലല്ലോ. മോൻ കൈ കൊടുക്കും. എന്നിട്ട് തിരുവോണം വൈകുന്നേരം അല്ലെങ്കിൽ ആ അപ്പൊ നമുക്ക് തിരക്കില്ലല്ലോ. അപ്പൊ ഞാൻ തന്നെ പോകും. മോൻ കഴുകും. ഇന്ന് അമ്മൂമ്മനോട് പോയപ്പോ പപ്പയ്ക്കൊരു 3 ഷർട്ട് എഴുതിയിട്ടില്ല. അതിൽ ഒരു 2 ഷർട്ട് എനിക്ക് മതി, 1 ഷർട്ട് തിരിച്ച് റിട്ടേൺ അയക്കാൻ പറയുന്നുണ്ടോ? എന്റെ ഷർട്ട് എനിക്ക് ഞാൻ കണ്ടില്ലല്ലോ. സോജു അല്ല അതല്ല, ഇത് നമുക്ക് റിട്ടേൺ എടുക്കാം അല്ലെ? ഇത് റിട്ടേൺ എടുക്കാം. അല്ല ഇത് നമുക്ക് റിട്ടേൺ എടുക്കാം കേട്ടാ. വേറെ 2 ഷർട്ട് എന്താണ് ആ ഷർട്ട് എടുക്ക് നോക്കട്ടെ. ഇവങ്ങണ്ട് സൈക്കിളിന്റെ ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ട് അത് സോജു അത് നമുക്ക് സെറ്റ് ചെയ്യാൻ കൂടെ അറിയാത്തതാണ്. ആ മുസ്ലിംസിലെ നിയാസിന്റെ ഉമ്മ അവർക്ക് എന്റെ അടുത്ത് ഒരു ദിവസം രസം വെച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ല അവര് കാര്യം ചെയ്യും, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ദിവസം ഞാൻ വെച്ച് തരാം. ഈ ഷർട്ട് ശരിയില്ല തോന്നില്ല എനിക്ക്. ഷർട്ട് ശരിയല്ലാതെ അല്ല. അല്ല വേറെ 2 ഷർട്ട് എടുക്കാം. ആ ഷർട്ട് ഞാൻ അവിടെ വെച്ചിട്ടില്ല. ഷർട്ട് കാണിച്ചു കൊടുക്ക. ഷർട്ട് അൽമാറിയില്ല, അവിടെ ഇല്ല. ആ ഷർട്ട് കുഴപ്പമില്ല കേട്ടാ, എനിക്കത് മതി ഓണത്തിന്. ഒരു മാമൻ എടുത്തു തന്നാണ്. അറിയാം മാമനല്ലേ എപ്പോഴും എടുത്തു തരാ ഷർട്ട്. പിന്നെന്താണ് മാമന്റെ അടുത്ത് മാമനെ എടുത്തു തരണ്ട പറഞ്ഞാണ് മമ്മി. പപ്പ എടുക്കില്ല ചോദിച്ചാണ് അവിടുന്ന്. രണ്ടും മതി, 2 ഇത് കുഴപ്പമില്ല. ഈ ബ്ലാക്ക് ഇതും കുഴപ്പമില്ല. ഇത് 2 മതി, എനിക്കിത് വേണ്ട. ഇത് റിട്ടേൺ അടിക്കാൻ പറയട്ടെ. അത് പറയാം. അത് നാളെ എടുത്ത് വെച്ചോ. നാളെ അച്ഛൻ വന്ന് വാങ്ങിച്ചിട്ട് പോകും. നാളെ വന്ന് വാങ്ങിച്ചിട്ട് പോവാം. ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. പോരെ? കുഞ്ഞോട് ചപ്പാത്തി പരത്തുന്നു. കുഞ്ഞു അമ്മനെ സഹായിച്ചു തരികയാണ്. പപ്പയ്ക്ക് സഹായിച്ചു. അമ്മ ഒന്ന് പരത്തും. അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കാണ് അല്ലേ കുഞ്ഞു? ആ അതെ. ഇന്ന് നമ്മള് നല്ല പോലെ വൈകി കേട്ടോ. ഇന്ന് അവന്റെ ബർത്ത്ഡേ. ഇന്ന് ഷോജന്റെ ബർത്ത്ഡേ മാത്രമല്ല, ഇന്ന് ഒരുപാട് പണികളുണ്ടായിരുന്നു. ഇന്ന് രാവിലെ അംഗൻവാടിയില് കുഞ്ഞുവിന്റെ അംഗൻവാടിയിൽ ഓണസദ്യ ആയിരുന്നു. അത് കഴിഞ്ഞ് പാറയ്ക്ക് പോയി. അത് കഴിഞ്ഞ് ടൗണിലേക്കാ. നമ്മുടെ ചെറിയൊരു ടൗൺ അല്ലേ? അതെ. ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അമ്മൂമ്മന്റെ അവിടേക്ക് പോയി. എന്നിട്ട് 7:30 കഴിഞ്ഞു ഇവിടെ എത്തുമ്പോ. സമയം ഒരുപാടായിട്ടാ. ഇന്നിപ്പോ അവിടെയൊക്കെ മുട്ടക്കറി ഉണ്ടാക്കണ്ടല്ലേ? പെട്ടെന്നുള്ളൊരു കറി. ഇന്ന് ഒന്ന് തീരുമാനിച്ചാണ്. പെട്ടെന്നുള്ള തീരുമാനമാണ് മുട്ടക്കറി ചപ്പാത്തി. പെട്ടെന്നുള്ള തീരുമാനമാണ് ചപ്പാത്തി മുട്ടക്കറി. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടാവും. അല്ലത് മറ്റേ
അവൾക്കും കൊടുത്തിട്ടില്ലല്ലോ ഒന്നും. അവള് ഇന്ന് വേണ്ടത് കഴിച്ചിട്ടുണ്ട്. ബിസ്ക്കറ്റ്, പഴംപൊരി. അങ്ങനത്തെ കൊടുത്തിട്ട് ഇതാകാൻ പറ്റില്ല. കുഞ്ഞു ചപ്പാത്തി കഴിക്കണ? ചപ്പാത്തി കുഞ്ഞൊന്ന് ഓണസദ്യ കഴിഞ്ഞ ഗംഭീരം. കുഞ്ഞൊന്ന് കഴിച്ചു എന്താന്ന് ചോദിക്കും. എന്താ കഴിച്ചു? ചോറും പിന്നെ എന്താ കഴിച്ചു ചോദിക്കി. പപ്പടം കഴിച്ചാ? പപ്പടം ചോറും 10 വക കറിയോട് കൂടെ കഴിച്ചാ? കുഞ്ഞു അങ്ങനെ കറികൾ കഴിക്കാറില്ലല്ലോ. ഇതാ മുടിയൊക്കെ നോക്ക്. മുടി വെട്ടണം തോന്നൂല്ലേ കുഞ്ഞു? മുടി വെട്ടിക്കണം. മുട്ടയടിക്കാൻ പോയാലോ? മുട്ടയടിക്കാൻ പോയാലോ? ഓണത്തിന് വെട്ടിക്കാം. ഇഷ മുട്ടയടിച്ചാ? അങ്കനവാടിയിലെ ഇഷാനാ? കുഞ്ഞു മുട്ടയടിച്ചാലെന്നാ? എന്ത്? നമ്മ അന്ന് പോയി അടിച്ചില്ലേ മുട്ട? മുടിയൊക്കെ വന്നില്ലേ? മുട്ട അടിച്ചല്ലോ. മുട്ട മേടിക്കണ്ട. ഇനി നമ്മൾക്ക് അടുത്ത വേനൽക്കാലത്ത് മുട്ട അടിക്കാം. ഇപ്പൊ മുടി വെട്ടണം ഓണത്തിന് അല്ലേ? ഓണത്തിന് ആരാ മുടി വെട്ടി തരാൻ എനിക്ക്? കണ്ണച്ചേട്ടൻ. കണ്ണച്ചേട്ടനൊക്കെ ഭയങ്കര കണ്ണച്ചേട്ടൻ എന്നാ പറയുന്നത്. കണ്ണച്ചേട്ടനല്ല, ചാച്ചൻ. വലിയച്ഛനാണ് കേട്ടോ. വലിയ ചാച്ചൻ പറയിട്ടോ. കണ്ണച്ചാച്ചൻ. കണ്ണച്ചാച്ചന്റെ അടുത്ത് പോയിട്ട് മുടി വെട്ടണം ഓണത്തിന്. പുതിയ ഡ്രസ് എടുത്താ കുഞ്ഞുട്ടി? ആരെടുത്ത? ചെറുതായിരിക്കും. അത് കുഞ്ഞുവിനുള്ളതാണ്. കുഞ്ഞിന് സ്പെഷ്യൽ ചപ്പാത്തി. കുഞ്ഞുട്ടി ഓണത്തിന് ആരെ ഡ്രസ് എടുത്തന്ന്? കുഞ്ഞിനാ? ഇറങ്ങിക്കോ വീട്ടിക്ക്. അത് വീടന്നെ. ഇനി എവിടെ വീട്ടിക്ക് പോണ? അങ്കവാടിയിലാണ്. അപ്പോ മുടി വെട്ടാൻ ഈ 9 മണിക്ക് സമയത്താ? കാലത്ത് പോയ രാവിലെ? കണ്ണച്ചേട്ടന് 12:30 കട ക്ലോസിംഗ് ടൈം. നമുക്ക് രാവിലെ പോവാട്ടാ. എന്ത് വേണം? എന്ത് ബൈക്ക് വേണോ? ഞാൻ ഇപ്പൊ തരാട്ടാ. ഇപ്പൊ തരാം. ഇവിടെ കുത്തിത്തരട്ടെ? സംസാരിക്കോ? കുഞ്ഞിനൊരു പാട്ട് പാടി കൊടുക്കണം. കുഞ്ഞു പാട്ട് പാടും. പാട്ട് പാടും. കുഞ്ഞു അംഗൻവാടിയിലെ സുന്ദരിയാണ്. എല്ലാരും എടുക്കട്ടെ. എല്ലാരും സുന്ദരി വിളിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഇന്ന് ഇത്ര നേരമായില്ലേ, അപ്പൊ ഇനി കഴിക്കാൻ കൊടുക്കണം. ഷോജന് കൊടുക്കണം, കുഞ്ഞിന് കൊടുക്കണം. എനിക്കും കഴിക്കാം. ഷോജു ചപ്പാത്തി മുട്ടക്കറി തന്നിട്ടുണ്ടാ? മുട്ടക്കറി സൂപ്പറായിട്ടുണ്ട്. പെട്ടെന്നുള്ള തട്ടിക്കൂട്ടൻ. അതെ അല്ലേ? ശരി. ഇനിയിപ്പോ കഴിച്ചിട്ടേ